മലപ്പുറം വേങ്ങരയിലെ ഭർതൃവീട്ടിൽ കണ്ണീരും ദുരിതവുമായി ജീവിച്ച ഒരു യുവതിയുടെ കഥ. അവളുടെ പേര് ജലീസ. വയസ്സ് 31. ഭർത്താവ് വിദേശത്താണ്. താങ്ങും തണലുമില്ലാതെ അവൾ ഭർതൃവീട്ടിൽ കുറേ ദുരിതം അനുഭവിച്ചു. ഭർതൃമാതാവിൻ്റെ കുറ്റപ്പെടുത്തലുകൾ, അവിടെ നേരിട്ട ഒറ്റപ്പെടൽ, സങ്കടം പറഞ്ഞാൽ കേൾക്കാൻ പോലും ആരുമില്ല. കഴിഞ്ഞ ദിവസം ഭർതൃമാതാവ് അകാരണമായി ജലീസയെ ശകാരിച്ചു, മാനസികമായി കുറേ പീഡിപ്പിച്ചു. അവൾക്കത് താങ്ങാവുന്നതിലും അപ്പുറമുള്ള വേദനയായിരുന്നു. ഒടുവിൽ ജലീസ തീരുമാനിച്ചു സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ. മിനിക്കാപ്പ് സ്വദേശിനി ജലീസയെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് യുവതിയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പല ദുരൂഹതകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താണ് ജലീസയുടെ കുടുംബം പറയുന്നത്? ഈ ഭർതൃമാതാവുമായി വഴക്കിട്ടതിന് തൊട്ടു പിന്നാലെ സ്വയം ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു ജലീസ. അതിനപ്പുറം മറ്റെന്തെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ? നമ്മൾ ജലീസയുടെ കുടുംബവുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭർതൃവീട്ടിൽ നിരന്തരമായി ഇവർ പീഡനത്തിന് ഇരയായിരുന്നു, മാനസിക പീഡനം. അതുപോലെ തന്നെ ഭർത്താവിന്റെ സഹോദരിമാർ അവർ നിരന്തരം ജലീസയെ ബുദ്ധിമുട്ടിച്ചിരുന്നു. വീട്ടിലെ ജോലികളും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇത്തരത്തിൽ ഒരു തരത്തിൽ അവിടെ നിൽക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള സാഹചര്യം ഇവർ തീർത്തിരുന്നു. വിദേശത്തുള്ള ഭർത്താവിനെ ഇത് അറിയിക്കുമ്പോൾ അദ്ദേഹം ഇടപെടുന്നുണ്ട് നിസാർ, പക്ഷേ നാട്ടിലില്ലാത്തതുകൊണ്ട് പൂർണ്ണമായും പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യം. ഈ ഭർതൃമാതാവിന്റെയും സഹോദരിമാരുടെയും മാനസികമായിട്ടുള്ള ഈ ശാരീരികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്ന് വേണം കരുതുവാൻ. അവർ സ്വയം മരിച്ചു എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ വിലയിരുത്തലെന്നാണ് കുടുംബം പറയുന്നത്. പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ അങ്ങനെ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. മൃതദേഹത്തിന്റെ കാല് നിലത്ത് തട്ടിയ നിലയിലായതുകൊണ്ട് തന്നെ ഇതിൽ ചില ദുരൂഹതകൾ ഉണ്ടായിരുന്നെങ്കിലും സ്വയം ജീവനൊടുക്കി എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കുടുംബം നൽകിയ പരാതിയിൽ പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഗാർഹിക പീഡനത്തിന് കേസെടുത്തിട്ടുണ്ട്. ആരെയെല്ലാം പ്രതി ചേർക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പോലീസിനോട് നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. പക്ഷെ അന്വേഷണത്തിന്റെ തുടക്കത്തിലാണ്. വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. പരാതിയിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പോലീസും. ആർക്കെതിരെയാണ്? കാരണം ഈ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് അത്തരം പ്രശ്നങ്ങളില്ല. ഭർത്താവിന്റെ കുടുംബാംഗങ്ങളാണ് ജലീസയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിന്റെ ആവശ്യം ആർക്കെതിരെ നടപടി സ്വീകരിക്കണം, കേസെടുക്കണമെന്നാണ്. അത്തരമൊരു നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? ഈ ഭർത്താവിന്റെ മാതാവ്, സഹോദരിമാർ, അവർക്കെതിരെയാണ് കുടുംബത്തിന്റെ പ്രധാനമായിട്ടുള്ള ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളൊക്കെ അവരുടെ കൈവശമുണ്ട് എന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. പോലീസിന് കൈമാറുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ ആരോപിക്കുന്ന പോലെ സഹോദരിമാർക്കും മാതാവിനെതിരെയായിരിക്കും കേസെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഇത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല. കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പരാതി ലഭിച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് നമുക്കറിയാം, സാധാരണഗതിയിൽ ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ ആദ്യഘട്ടത്തിൽ ഈ പരാതികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം, അതിന് പിന്നാലെ പോലീസിന്റെ നടപടികൾ, പരാതിക്കാർ നിരന്തരം ബന്ധപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയില്ലെങ്കിൽ പതിയെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഇതിൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. നിലവിൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം വേങ്ങര സ്വദേശിനി ജലീസയുടെ മരണത്തിലാണ് ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. ഭർത്താവിൻ്റെ ഉമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതേ തുടർന്ന് ജലീസ ജീവനൊടുക്കുകയായിരുന്നു. കുറേ നാളുകളായി ഭർതൃവീട്ടിൽ ദുരിതം അനുഭവിച്ച് കഴിയുകയായിരുന്നു. ഭർത്താവിനോട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുണ്ടായില്ല. അല്ലെങ്കിൽ ഈ ഭർത്താവ് പറഞ്ഞിട്ടും കുടുംബാംഗങ്ങൾ കേട്ടില്ല എന്ന പരിഭവമൊക്കെ ജലീസ സ്വന്തം വീട്ടുകാരോട് പങ്കുവച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ദുരിത ജീവിതം അവസാനിപ്പിക്കാൻ ജലീസ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഭർതൃവീട്ടിൽ തൂങ്ങിയ മരിച്ച നിലയിൽ യുവതിയെ കണ്ടെത്തിയത്.